പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മുണ്ടക്കയത്തിനടുത്ത് കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. രാവിലെ തന്നെ നല്ല മഴയാണ്. മഴ മാത്രമല്ല, നല്ല തണുപ്പുമാണ്, കിടന്ന് വിറയ്ക്കുവാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലായിടത്തും. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്, മഴയ്ക്ക് വലിയ കുറവൊന്നുമില്ല. എന്തായാലും ഇപ്രാവശ്യം ഈ തമിഴ്നാട്ടിൽ കൂടെയൊക്കെ നടന്ന് മഴക്കാലം കുറേ മിസ്സായിട്ടോ. അപ്പോൾ ഇന്ന് മഴക്കാല കാഴ്ചകളൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എത്തിയപ്പോൾ വളരെ അദൃശ്യമായിട്ടൊരു സംഗതി കാണാനിടയായി. തമിഴ്നാട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പം സ്ഥിരമായിട്ട് കാണുന്ന ചന്തകളില്ലേ, അപ്പോൾ അങ്ങനെ ഒരു ചന്ത ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ കൊടികുത്തിയിൽ. ചന്ത എന്ന് പറഞ്ഞാൽ കാലിച്ചന്ത. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുമെന്ന്. അതും ഇന്നൊരു വ്യാഴാഴ്ചയാണ്, ഈ വ്യാഴാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടില്ലേ, അപ്പോൾ ഈ വണ്ടികളുടെ ഈ നിര കണ്ടപ്പോഴാണ് ഇവിടെ എന്താണ് സംഗതി എന്ന് ഞാനിങ്ങനെ നോക്കി കേട്ടോ. അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഇതൊക്കെ വലിയ ട്രക്കുകളും പിക്കപ്പുകളും കിടക്കണേ, കൂടുതലും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വണ്ടികളാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ കാലികളെല്ലാം കയറി വരുന്നത് കേട്ടോ. ചന്തയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുന്നവരും കാണാനായിട്ട് വന്നിരിക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും. ഇതേ താഴെയൊക്കെ കുറേ ലോറികൾ കിടക്കണ കാണാം. ഒരു ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു ചെറിയ ഗ്രൗണ്ടാണ് കേട്ടോ ഈ റോഡ് സൈഡിൽ തന്നെ. ഇതിൻ്റെ താഴെയായിട്ട് അവിടെ ഒരുപാട് കാലികൾ, പശു, കാളയുണ്ടെന്ന് തോന്നുന്നു, പോത്ത്, എരുമ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കധികം കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ, കാരണം നമ്മളിത് ഒട്ടും പ്രതീക്ഷ വന്നതല്ലോ. നമുക്കിവിടെ ചോദിച്ചു നോക്കാവേ ഇവിടെ ഉള്ളവരോട്. അപ്പോൾ ഇത് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്നതാണേ. ഈ മഴ പെയ്തിട്ട് മൊത്തം ചെളിയും ചാണകവും എല്ലാം ആയിട്ട് നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. പശു, കാള, എരുമ, പോത്ത്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഓ, ഇതിലൊന്നും നടക്കാൻ പറ്റില്ലേ, ചെളി കണ്ടില്ലേ, ചെളിയും ചാണകമെല്ലാം മിക്സായിട്ട് കിടക്കുകയാണ്. ഇത് കണ്ടത് കാളകൾ. പശുക്കളെ കൊണ്ട് നിരത്തി കെട്ടി വെച്ചേക്കുന്നുണ്ടല്ലേ, അതൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നവരൊക്കെ കാണാം കേട്ടോ നമുക്കിവിടെ. അപ്പോൾ ഈ ചന്ത നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മുണ്ടക്കയ കഴിഞ്ഞിട്ട് കുട്ടിക്കാനൊക്കെ പോകുന്നത്, അതായത് കോട്ടയം കുമളി റോഡിലാണ് ഈ കൊടികുത്തി എന്ന് പറയുന്ന ഈ സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ റോഡ് സൈഡിൽ തന്നെ ഇവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെറിയൊരു ഗ്രൗണ്ട് പോലെയാണ്. വെള്ളയ്ക്കൊക്കെ നോക്കുവാണെങ്കിൽ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു മലയുടെയൊക്കെ താഴെയായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ കാലികൾ കുറവാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മിക്കവാറും. അപ്പോൾ നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഈ വളർത്താനും അറക്കാനും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇവിടുന്ന് കാലികൾ വാങ്ങിച്ചുകൊണ്ട് പോകും. ശരിക്കും നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അല്ലേ ഇങ്ങനെയുള്ള കാലിച്ചന്തകളൊക്കെ കൂടുതലും കാണണേ. ഇതാണ് കൊടികുത്തി ചന്തയാണിത്. ഇത് മുണ്ടക്കത്ത് നിന്ന് 6 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കാളകൾ, എരുമകൾ, പശുക്കൾ, പോത്തുംകിടാക്കൾ, പശുക്കിടാക്കൾ, കറവ് പശുക്കൾ, ചെനയുള്ള പശുക്കൾ എല്ലാം വരുന്നതാണ്. ഇവിടെ ഏറ്റവും വിലക്കുറവുള്ള ഏരിയയാണ്. ഇതൊക്കെ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന വ്യാപാരികളാണ് ഇവരെ ഈ നിൽക്കുന്നതെല്ലാം. ഇവിടെ ഇന്ന് മഴ കാരണം ഇച്ചിരി ക്രാവ് കുറവുണ്ട്. പശുക്കളൊക്കെ ഈ അടുത്ത ആഴ്ചകളിലൊക്കെ ഇത് ഈ ചന്ത നിറച്ചും ഒരു 10-500 പോത്തും ക്രാവും എല്ലാം വരുന്നതാണ്. ഇതൊക്കെ ഇവർ വണ്ടി കയറി കൊണ്ടുപോകുന്നതാണ്. ഇതെല്ലാം ഓരോ വ്യാപാരികളും മേടിച്ച് നിർത്തിയേക്കുന്നതാണ്. നല്ല ഇനം ക്രാക്കളുണ്ട്, നല്ല പുറ അനുഭവപ്പെട്ടതും എല്ലാം അനുഭവപ്പെട്ട ക്രാക്കൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ചേട്ടാ ഇത് എവിടെന്നാണ് വരുന്നത്? ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്, കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. വില ക്രാക്കൾ ഒരു 12 രൂപ, 13 രൂപ, 15 രൂപ ഈ റേഞ്ചിൽ ക്രാക്കൾ വരും. പിന്നെ ബാക്കിയുള്ള പശുക്കളൊക്കെ തൂക്കത്തിനനുസരിച്ചാണ്. കശാപ്പിനുള്ളതും കറവയ്ക്കുള്ള പശുക്കൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ഇനവും വരുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും വെളുപ്പിന് 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ മാട് വരാൻ തുടങ്ങും. ഇത് എത്ര മണി വരെ ഉണ്ട്? ഇതൊരു 10-10:30 വരെ സമയം വരെ ഉണ്ട്, 10 മണി വരെ. അപ്പം എല്ലാം കച്ചവടം എല്ലാം മാടിനെല്ലാം എടുക്കേണ്ടവർ എടുത്തുകൊണ്ട് പോകും. ബ്രോക്കർമാർ ഉണ്ട്, അല്ല നേരിട്ടും മേടിക്കാം. ബ്രോക്കർമാർ ആൾക്കാർ അന്ന് ഞങ്ങൾക്ക് ന്യായമായിട്ട് പറഞ്ഞ് മേടിച്ച് തരുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ വില പറഞ്ഞ് പേശി നിൽക്കുവാണെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് ന്യായമായിട്ട് മേടിച്ച് വരും. ഇതാണ് ചന്ത നടത്തുന്ന ഇതിൻ്റെ മെയിൻ ആൾ. ഇത് ഒരു 44 വർഷമായിട്ട് ഇവിടെ നടത്തുന്നതാണ്. പിന്നെ ആന്ധ്ര, മണപ്പാറ, വാടിപ്പെട്ടി, തഞ്ചാവൂർ, ഉപ്പളമംഗലം, ഹൈദരാബാദ്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം മാടുകൾ വരുന്നതാണ്. അപ്പോൾ ഈ മണ്ണിടിച്ചിലായതുകൊണ്ടാണ് മാടിന് പൊതുവെ വരവ് കുറഞ്ഞിരിക്കുന്നത്. കിടാക്കൾക്കൊക്കെ വില കുറവാണ്. തൂക്കത്തിലാണെങ്കിൽ തന്നെ 110 രൂപയ്ക്ക് കൊടുക്കും. മുറക്കിടാക്കളുണ്ട്, ഏതാണ് മുറക്കിടാക്കളൊക്കെ നിൽക്കുന്നത്. പിന്നെ എരുമ, പോത്ത്, കാള, മൂരി എല്ലാ ഐറ്റംസും ഇവിടെ വരുന്നതാണ്. നമുക്ക് എറണാകുളം മുതൽ തിരുവനന്തപുരത്തു നിന്നും വരുന്നുണ്ട് ഇവിടെ എടുക്കാനായിട്ട്. ഈ അടുത്ത് എല്ലാ ജില്ലകളിൽ നിന്നും
മാടുകൾ എടുക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ വരുന്നവരിൽ കൂടുതൽ പേര് അതായത് ഈ അറവുശാലകളൊക്കെ നടത്തുന്നവരാണ്. പിന്നെ ഈ വീടുകളിലേക്ക് വാങ്ങിക്കാനായിട്ട് വരുന്നവരുണ്ട്. പക്ഷേ ഏറിയ പങ്കും നല്ലൊരു ശതമാനം പേരും കച്ചവടക്കാരാണ്. ഇവിടെ കാലികളെല്ലാ ഇനങ്ങളിലും, അതായത് പശു, കാള, എരുമ, പോത്ത് ഉണ്ടെങ്കിലും കൂടുതൽ ഈ അറവുമാടുകളാണ് കേട്ടോ. അറവുമാടുകളാണ് ഏറ്റവും കൂടുതൽ ഈ ചന്തയിൽ നിന്ന് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആവശ്യക്കാരും ഉള്ളത്. ഇത് ചേട്ടൻ വാങ്ങിച്ചോ? ആ, ഇത് പോത്തല്ലേ? പോത്തും കുട്ടിയല്ലേ? ആ, ഇത് എത്ര രൂപയായി? 17,000 രൂപ. 17,000 രൂപ. ആ, ഇത് ഡയറക്റ്റ് ഡീലാണോ? 25 ചോദിച്ചു. ആ, നമ്മൾ 15 തുടങ്ങി. ആ, അങ്ങനെ ചോദിച്ചു 17,000 രൂപയ്ക്ക് വാങ്ങി. ഓക്കെ. ഇത് ഡയറക്റ്റ് ആയിട്ട് മേടിച്ചാണ്? ബ്രോക്കർ ഇല്ല അല്ലേ? ഡയറക്റ്റ് ആയിട്ട് മേടിച്ചേ? ആ ആ, ഓക്കെ. അങ്ങനെ വില പേശി മേടിക്കുക അല്ലേ? ആ ആ, ഓക്കെ. നിങ്ങൾ സ്ഥിരം വരുന്നതാണോ? ഇവിടെ വാങ്ങിക്കാൻ വരുന്നതാണോ? അതെല്ലേ? വില കൂടുതലാണ് ഇവിടെ. ഇവിടെ വില കുറവാണെന്നും പറയുന്നുണ്ടല്ലോ. അതെയോ? ഏത് ആ നിൽക്കുന്ന ഇതെല്ലാം മൂരിയല്ലേ? അതെല്ലേ? അപ്പൊ ചേട്ടൻ 2 പോത്തുകളെ വാങ്ങിച്ചല്ലേ? ആ, ഇവിടെ വരുന്നതാണോ വാങ്ങിക്കാനായിട്ട്? എല്ലാ ആഴ്ചയും വരുമോ? ആ, ഓക്കെ. ഇത് എത്ര രൂപ? ഇത് രണ്ടും കൂടെ 74. രണ്ടും കൂടെ 74. ആ, നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലാണോ? ആ ആ. ഇതിൻ്റെയൊക്കെ പ്രായം എന്തോരം വരും? പ്രായം 2 വയസ്സ്. 2 വയസ്സ് അല്ലേ? ആ. ഇത് നിങ്ങൾ തൂക്കമൊക്കെ നോക്കിയാണോ വാങ്ങിക്കുന്നത്? തൂക്കമല്ലേ, ഇതെല്ലാം മതിച്ചു മേടിച്ചു. അതെയോ? ആ, അതിങ്ങനെ വില പേശി വാങ്ങിക്കുമോ? അതല്ലേ? നമ്മൾക്ക് എത്ര രൂപയ്ക്ക് മുതലാകുതോ അതിന് തகுந்த നമ്മൾ വില പറഞ്ഞ്. ആ, അപ്പോൾ നിങ്ങൾ സ്ഥിരം കച്ചവടം ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം. ഒരു മതിപ്പ് കിട്ടും. ആ, ഇവിടെ അല്ലാത്തൊരു കച്ചവടക്കാരല്ലാത്തവർ വരുന്നുണ്ടോ? വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ടല്ലേ? അല്ല, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ആ ആ ആ. അപ്പോൾ വില കുറച്ചൊക്കെ കൊടുക്കുമോ ഇവിടെ? ഈ വാങ്ങിക്കാൻ പറ്റുമോ വില? ചോദിച്ചു. ആ, അപ്പോൾ അങ്ങനെ കച്ചവടം ചേട്ടൻ ഇങ്ങനെ സ്ഥിരം വാങ്ങിക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം. അല്ലാത്തവരൊന്നും ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഒരു പറഞ്ഞ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് കൊണ്ടുവരുമോ? പറഞ്ഞ വിലക്കൊന്നും മേടിക്കുക. ആ, കൊടുക്കും. ശരി ശരി ശരി, ഓക്കെ. അപ്പോൾ ഇത് കണ്ടില്ലേ, മാടുകളൊക്കെ ഇനിയും വിൽക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തിരക്ക് കുറവാണ് ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ. ഒന്നാമത്തെ കാരണം വെച്ചാൽ അധികം അതിൽ നടക്കാൻ പറ്റില്ല. എൻ്റെ കാലിപ്പോൾ നന്നായിട്ട് ചൊറിയുന്നുണ്ട്. ഈ ചെളിക്കകത്ത് പശുവിൻ്റെ ചാണകവും മൂത്രം എല്ലാം കൂടെ ഇങ്ങനെ കലർന്ന് കിടക്കുന്നതുകൊണ്ട് കുറേ നേരം നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലം. KK റോഡിലാണ്. മുണ്ടക്കൈ കഴിഞ്ഞിട്ട് പെരുവന്താനത്തിന് ഇടയിലായിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് കൊടികുത്തിയിലെ വ്യൂ പോയിൻ്റ്. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിരവധി യാത്രക്കാരെ നമുക്ക് ഈ റൂട്ടിൽ കാണാം. ആ ഒരു വലിയൊരു പ്രദേശം കണ്ടില്ലേ? ഇത് പാരിസൺസ് ഗ്രൂപ്പിൻ്റെ ബോയ്സ് റബ്ബർ എസ്റ്റേറ്റ് ആണ്. പെരുവന്താനം ഡിവിഷൻ്റെ ഒരു ഏരിയ ആണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ കാഴ്ചകളെയൊക്കെ കോട വന്നങ്ങനെ മറച്ചുകൊണ്ടിരിക്കുകയാണേ. ആ താഴെ ഒരു ഗ്രാമമാണ്. അവിടെ നേരത്തെ നമ്മൾ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. റബ്ബർ മരങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ അതിൻ്റെ ഇടയിലൂടെ പൈനാപ്പിളും അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ കാര്യങ്ങളെല്ലാം ആ ഒരു താഴ്വാരത്തായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താഴെ അവിടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഏതായാലും ഈ വ്യൂ പോയിൻറ്റിലൊക്കെ നിരവധി പേര് വരുന്നതാണ്. കുട്ടിക്കാനം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോവുള്ളൂ. ഇവിടെ ഒരു ഐസ്ക്രീംകാരനെയൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാമായിരുന്നു കേട്ടോ. ഈ മഴ ആയതുകൊണ്ട് ആരെയും ഇവിടെ കാണുന്നില്ല. ഇവിടെ നിർത്തുന്നവരെയൊന്നും ആരെയും കാണുന്നില്ല കേട്ടോ. കാരണം പൊതുവെ ഇപ്പം ഇതിൽ യാത്രക്കാർ കുറവാണ്. ഈ മഴയുടെ ഒരു പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നേരെ പോയാൽ കുട്ടിക്കാനത്തേക്ക് നമ്മൾ ചെല്ലും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ചെന്നിട്ട് പെരുവന്താനം ചെല്ലും. അപ്പോൾ അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് ഈ താഴത്തേക്ക് ഇറങ്ങി വരണം. അവിടെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. അവിടെ ഒരു വില്ലേജൊക്കെ ഉണ്ട്. അപ്പം മഴ ആയി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് ഈ റൂട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. അപ്പം ഈ സ്ഥലമാണ് പെരുവന്താനം. അപ്പോൾ ഇവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് പോകണം. ഒരു മലയോര പ്രദേശത്തേക്കാണ് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. ചെറിയ റോഡ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉരുളൊക്കെ പൊട്ടിയിട്ടുണ്ടെന്ന് ആ ചന്തയിൽ നിന്ന് അവിടെ നിന്നവർ പറയുന്നത് കേട്ടായിരുന്നു കേട്ടോ. കുറച്ച് പ്രശ്നം പിടിച്ച വഴിയാണ്. നേരത്തെ അതിലെ പോന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊന്നും കുഴപ്പമില്ലായിരുന്നു. മഴക്കാലത്ത് അതിലെ പോവുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. എന്തായാലും അപ്പോൾ അവിടെ പോകാനായിട്ടാണ് പ്രധാനം ആയിട്ട് ഇന്ന് വന്നേക്കുന്നത് കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഇടയിലാണ് യാദൃശ്യമായിട്ട് ആ ഒരു ചന്ത കാണാൻ സാധിച്ചത്. അപ്പോൾ അത് ഇവിടുന്ന് ഈ കാണുന്ന ഇടത്തേക്ക് കിടക്കണ വഴി ഇതിലെ താഴേക്ക് ഇറങ്ങുവാണേ. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇത് അഴങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു ഗ്രാമത്തിൻ്റെ, അതായത് ആ വ്യൂ പോയിന്റിൽ നിന്ന് കാണിച്ചു തന്നില്ലേ, അപ്പോൾ അവിടുത്തെ വീട് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇതുവഴി കയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ മഴയുടെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നെങ്ങനെയാവും എന്നറിയില്ല അവിടുത്തെ സിറ്റുവേഷനൊക്കെ. അപ്പോൾ ഇതൊരു ജനവാസ മേഖല തന്നെയാണ് കേട്ടോ. അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ളൊരു പ്രദേശമാണ് കേട്ടോ. അപ്പോൾ നേരെ പോയാൽ ആ പള്ളിമുറ്റത്തേക്ക് ചെല്ലും. നമുക്കത് എടുത്ത് തിരിഞ്ഞ് പോകണം ഇനിയും താഴേക്ക്. ഇതിങ്ങനെ ഇറങ്ങിയാണ് ആ താഴ്വാരത്തേക്ക് ചെല്ലുന്നത് കേട്ടോ. വലിയൊരു മലയുടെ മേലേക്കൂടെയാണ് നമ്മൾ ഈ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഇങ്ങനെ മഴ പെയ്തിട്ട് ഈ റോഡിൽ പലയിടങ്ങളിലും ഇങ്ങനെ ഉറവ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് കേട്ടോ. റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഈ മഴ പെയ്ത് ഇങ്ങനെ റോഡ് കേടാവുന്നതാണ്. അവിടെ മേളിലൊരു സ്കൂളൊക്കെ ഉണ്ട്, സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂള്. ആ പള്ളി വക സ്കൂളാണെന്ന് തോന്നണേ. അപ്പോൾ ഇന്നത്തെ കുറച്ചൊരു റിസ്ക് പിടിച്ചൊരു യാത്രയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇതിലെ മഴക്കാലത്തൊരു പ്രത്യേക രസമാണ് യാത്ര ചെയ്യാൻ. എന്നാൽ കുറച്ച് റിസ്ക്കും ഉണ്ട്. കാരണം ഇതൊരു മലമ്പ്രദേശമാണല്ലോ. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അനേകമുണ്ട്. നമ്മൾ ആദ്യം നിന്ന ആ ഒരു കൊടികുത്തി വ്യൂ പോയിൻ്റ് ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് വരും. അപ്പോൾ അവിടുന്ന് ഇത്രയും ദൂരം നമ്മളിപ്പോൾ സഞ്ചരിച്ച് കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് കണ്ട പോലെയുള്ള കാഴ്ചകൾ നമുക്കത് ഇവിടുന്ന് കാണാം കേട്ടോ. വലിയൊരു താഴ്വാര പ്രദേശം കണ്ടില്ലേ ഇവിടുത്തെ കാഴ്ചകൾ. വലിയൊരു ഏരിയയിൽ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ റബ്ബറുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറും ഈ തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ലയങ്ങൾ പോലെയുള്ള കെട്ടിടങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ, അതും വലിയൊരു മലയാണ്. ആ മലയിൽ നിന്നൊരു ഇതുണ്ട്, വെള്ളച്ചാട്ടമൊക്കെ ഉത്ഭവിച്ച് താഴേക്ക് വരുന്നത്. ആ വെള്ളം ഇരയ്ക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. അതേ താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ വെള്ളം ഇരയ്ക്കുന്ന സൗണ്ടാണെന്ന് അറിയില്ല. അതിലേക്ക് വഴിയുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് പോകണം എന്തായാലും. അതായത് അവിടെ മേളിലായിട്ട് കുറച്ച് കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെയായിട്ട്. അപ്പോൾ അതൊരു വില്ലേജാണ്. അപ്പോൾ ഈ വഴി നേരെ പോയാൽ നമുക്ക് അവിടേക്ക് എത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു മലഞ്ചെരുവിക്കൂടെയാണ് ഈ വഴി കടന്നു പോകുന്നത്. കണ്ടില്ല, ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ളത്. അപ്പം മഴക്കാലത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള യാത്ര എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ്. പിന്നെ ഇവിടെ ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, മരങ്ങളും പിന്നെ അതേ പാറകളൊക്കെ ഉള്ളതുകൊണ്ട് മണ്ണൊലിപ്പം അധികം ഉണ്ടാവില്ല. അപ്പോഴാ ചന്തയിലെ കുറച്ച് ചേട്ടന്മാർ ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഉരുള് പൊട്ടിയേക്കുന്നത് കാണാമെന്ന് പറഞ്ഞാൽ അതെ നമ്മൾ ഈ പോകുന്ന കൃത്യം ഈ വഴിയിൽ തന്നെയാണ്. എൻ്റെ പൊന്ന്, ഞാൻ മേളിക്കൂടെ ഒരു പാലമാണോ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നതാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഇവിടെ താഴേക്ക് ഉരുള് പൊട്ടി പോയേക്കുന്ന കേട്ടോ. നോക്കി, ഒരു കണ്ടമാനം ഏരിയയിൽ ഈ മണ്ണൊലിച്ച് പോയിട്ടുണ്ട് കേട്ടോ. വേറെ അധികം അപായമൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം അവിടെയൊന്നും വീടുകളൊക്കെ ഉള്ളതായിട്ട് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഉണ്ടോ, വലിയൊരു ഭാഗം തന്നെ ഉരുളെടുത്ത് പോയിട്ടുണ്ട്. ആ വെള്ളം അങ്ങനെ കുത്തിയൊലിച്ച് സംഭവിച്ചതാണ്. മിക്കവാറും ഇവിടുന്ന് ഈ പാറയും അതുപോലെ മണ്ണും എല്ലാം കൂടെ കുത്തി ഒലിച്ചാണ് പോയേക്കുന്നത് കേട്ടോ. വേറെ അധികം നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. ഈ പ്രദേശത്ത് അവിടെ മേളിൽ അവിടെ ഒരു വീടുണ്ട്. ഈ താഴ്വാരത്തൊക്കെ മിക്കവാറും വീടുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഉരുളെടുത്ത് വന്നിട്ട് ആ പ്ലാവ് കണ്ടില്ല, ആ പ്ലാവിൻ്റെയൊക്കെ ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു നിൽക്കുന്നത്. ഇവിടെ നിൽക്കാൻ ശരിക്കും റിസ്ക്കാണ് കേട്ടോ. മരങ്ങളൊക്കെ കടപുഴി കിടക്കുന്നത് കാണാം. ആ കല്ല്, ഈ കിടക്കണ കല്ലും കൂട്ടങ്ങളെല്ലാം ഉരുള് പൊട്ടി അങ്ങനെ വന്നതാണ്. ആക്ച്വലി ഇത് ഈ വെള്ളം ഒഴുകി പോകുന്നൊരു ചാലായിരുന്നു. അപ്പോൾ നല്ല മഴ പെയ്തപ്പം അങ്ങനെ സംഭവിച്ചതാണ്. ഉണ്ടോ, ആ ഒരു ഏരിയയിൽ മരങ്ങളെല്ലാം കടപുഴകി ഉരുളെടുത്ത് പോയിട്ടുണ്ട്. ഈ റോഡിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നുമല്ല. ഉരുൾപൊട്ടിയ ഒരു പ്രദേശത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരതയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചേട്ടാ, അത് ഉരുൾപൊട്ടി പോകുന്നതല്ലേ? എന്നാ സംഭവിച്ചേ? 3 ദിവസമായുള്ളൂ അല്ലേ?
അവിടെ വീടുകളൊക്കെ ഉണ്ടോ താഴെ? അതല്ലേ, വീടുകൾക്ക് എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമില്ലല്ലേ? ഓ എൻ്റെ പൊന്നോ, വീടുകൾക്കൊന്നും സംഭവിച്ചില്ല കേട്ടോ. ക്യാമ്പിലായിരുന്നോ? അതെ അല്ലേ? ആ എവിടെ അമ്മയുടെ വീട് എവിടെയാ? താഴെ. ആ ഒന്നും പറ്റിയില്ലോ അല്ലേ? സംഭവിച്ചില്ല. 4 വീട്ടുകാരാണ്. 3 പേര് വിധവകളാണ്. ഒരാള് മെന്റൽ പേഷ്യന്റ് ആണ്. അങ്ങനെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് ഇവിടെയാണ് താമസിക്കുന്നത്. ഈ ഉരുള് പൊട്ടുന്ന സമയത്തുണ്ടായിരുന്നോ വീട്ടില്? 3:30 വരെ ഉണ്ടായിരുന്നു. ഇടി മുടങ്ങുന്ന പോലത്തെ ഒച്ച കേൾക്കാം. നമുക്കൊന്നും ഊഹിക്കാൻ പറ്റില്ല. ഇടി വെട്ടുന്നതെന്ന് ഓർത്തല്ലേ? ഇതിലെ ഉരുള് വരുമെന്ന് നമുക്ക് മനസ്സിൽ ചിന്തയില്ല. വേറെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അതെ അല്ലേ? വഴിയില്ലെന്നായി. ഓക്കെ, അത് തന്നെ. ഈ വഴി അടഞ്ഞു പോയല്ലേ? പഞ്ചായത്തിന് വിട്ടിട്ട് JCB വിട്ട്. അപ്പോൾ ഇവിടെ JCB അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് വഴി. എന്നാലും വേറെ നാശമൊന്നും പറ്റിയില്ല അല്ലേ? ആൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. വന്നില്ല. അപ്പോൾ ഇത് പെരുവന്താനം പഞ്ചായത്തിലെ 3-ാം വാർഡാണ്. ഇവിടെ 2 ഉരുളാണ് പൊട്ടിക്കുന്നത് ഈ ഒരു വാർഡിൽ അല്ലേ? ഈ ഒരു വാർഡിൽ വേറെ മണ്ണിടിഞ്ഞത് വേറെയുണ്ട്. എന്തായാലും വീടുകൾക്കും ആളുകൾക്കൊന്നും അധികം സംഭവിക്കാത്ത ഭാഗ്യമെന്ന് കരുതാം. കാരണം ഈ ഏരിയ കിടക്കണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള പോലെ തോന്നും കേട്ടോ. ഇത് ഇവിടെ നമുക്കൊരു ഇരുമ്പ് പൈപ്പ് ഇങ്ങനെ കാണാം കേട്ടോ. ഈ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പ് ആയിരുന്നു. അതൊക്കെ മുറിഞ്ഞു പോയിട്ടോ. കണ്ടില്ല, മേളിൽ നിന്ന് വെള്ളവും ചെളിയും കല്ലും മണ്ണും എല്ലാം കൂടെ കുത്തി ഒലിച്ച് കംപ്ലീറ്റ് ഇതുണ്ടല്ലോ. ആ ഒരു ഏരിയ തന്നെ വലിയൊരു തോട് പോലെ രൂപപ്പെട്ടേക്കുവാണ്. അപ്പോഴാ ഉരുള് പൊട്ടിയെടുത്തുനിന്ന് വീണ്ടും മുന്നോട്ട് അഴങ്ങാട് മേലോർ റോഡിൽ വന്നു കഴിയുമ്പം നമ്മളിത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത് കേട്ടോ. ഏകയം വെള്ളച്ചാട്ടമൊക്കെ പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു ആർച്ചൊക്കെ പുതിയതായിട്ട് പണിതിട്ടുണ്ട്. വെള്ളം കണ്ടില്ലേ കുത്തി ഒലിച്ച് പോകുന്നത്. ചേട്ടാ ഈ പുഴ, ഇതേ പുഴയുടെ പേരെന്താ? അതെയോ? ഏതാ? ആന? ഓക്കെ ഓക്കെ. ആനചാരി ഇങ്ങനെ അങ്ങ് പോയി മേലോരത്ത് ചെന്ന് അങ്ങനെ അങ്ങ് പോവാ. ആനചാരി. ഇവിടെ ആനചാരി, അത് അഴങ്ങാട്. അഴങ്ങാടല്ലേ? ഇതിന്റെ അപ്പുറം അഴങ്ങാട്. ഓക്കെ, ആനചാരി എന്ന സ്ഥലത്തിന്റെ പേരല്ലേ? ഇതാ ഏകയം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥലത്തുള്ള തുടക്കത്തിലുള്ള ആർച്ചാണ് കേട്ടോ ഈ കാണണേ. ഇത് ഈ ഇടയ്ക്കെങ്ങാണ്ട് പണിതാ അല്ലേ? ടാറിങ്ങിനുള്ളതാണോ അനുവദിച്ചേക്കുന്നതല്ലേ? ഇത് ഏകയം ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ള വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഈ പാലത്തിൻ്റെ കൈവരി കണ്ടില്ലേ? ഇവിടുന്ന് പോയിട്ടുണ്ട് അതൊക്കെ. വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കാണുന്ന തന്നെ പേടിയാവും ഇവിടെ നിൽക്കാൻ. മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മളങ്ങനെ അഴങ്ങാടെന്നറിയപ്പെടുന്ന മലയോര ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണ്, വീതി കുറവുള്ള വഴിയാണ്. ഇതൊരു മലയോര ഗ്രാമമാണല്ലോ, അപ്പോൾ അത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിൽ KSRTC സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ മുണ്ടക്കയം ഭാഗത്തേക്ക്. ഇവിടെ കയ്യാലപ്പുറത്ത് ചെറിയൊരു കെട്ടിടം കാണാം. എന്താണ്, കടയാണോ? അവിടെ ഒരു കട കാണാം. 1-2 കടകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു പള്ളി, സെൻറ്റ് ആൻ്റണീസ് ചർച്ച്, അതുപോലെ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രമൊക്കെ ഉണ്ട്. ഒരു കവലയാണേ. മഴ നിൽക്കുന്നില്ല, മഴ അങ്ങ് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ആ മലയിലൊക്കെ കോട ഇറങ്ങിയിരിക്കുന്നതൊക്കെ. ഇനി നമുക്ക് മേലോരത്തേക്കാണ് പോകേണ്ടത്. വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്ന് പോകണം. അപ്പോൾ അഴങ്ങാടുന്ന് നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് തുടരുവാണ്. ഈ പോകുന്ന വഴിയിലൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്യാൻ നിൽക്കരുത്, തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും എങ്ങനെയാണെന്നറിയില്ല വെള്ളത്തിൻ്റെ കണ്ടീഷൻ. അതൊരു പുഴ ഒഴുകി പോകുന്നതാണ്. അതായത് അഴങ്ങാട് ചപ്പാത്തെന്ന് പറയും. നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പം അതിൽ വന്നിട്ടുണ്ട്. അന്ന് വെള്ളം തീരെ കുറവായിരുന്നു. ഇപ്പോൾ ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന സമയത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് കണ്ടറിയേണ്ടതെന്ന് വരും. മുന്നോട്ട് പോകാൻ പറ്റുമോ അതോ തിരിച്ച് വരേണ്ട വരുമോ എന്നൊക്കെ നോക്കാം എന്തായാലും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ ക്രോസിങ്, അഴങ്ങാട് ചപ്പാത്തെന്ന് പറയും. ആ പുഴയിലെ വെള്ളമാണ് ഈ റോഡിൽ കൂടെ ഒഴുകി അങ്ങ് താഴേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ മേലോരത്ത് നിന്ന് ഇതുവഴിയായിരുന്നു അഴങ്ങാട് ചെന്ന് മെയിൻ റോഡിലേക്ക്, അതായത് നമ്മളിപ്പോൾ വന്ന ആ ഒരു റോഡിലേക്ക് ചെന്ന് കയറിയത് കേട്ടോ. അന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല, അന്ന് വെള്ളം വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം കേട്ടോ. ഈ വീഡിയോയിൽ എത്രമാത്രം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതെങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ
നമ്മളിങ്ങനെ ചെറുതായിട്ട് തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അയ്യോ, നല്ല രീതിയിലാണ് വെള്ളം വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ സ്കൂട്ടർ ഇറക്കി അപ്പുറം കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക്കാണ്. നമുക്ക് അതുവഴിയായിരുന്നു പോകേണ്ടത്, മേലോരം വഴി. പക്ഷേ ഞാൻ എന്തായാലും റിസ്ക് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലായി. അതുമല്ല, അഴങ്ങാടെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, വാട്ടർ ക്രോസ് ചെയ്യരുത്, റിസ്ക്കാണ്, തിരിച്ചിതിലെ പോന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ 2 വീലറുകളൊക്കെ ഉള്ളവർ അക്കരയ്ക്ക് കൊണ്ടുപോകില്ല കേട്ടോ. അവിടെ അഴങ്ങാട് വെച്ചിട്ടാണ് വരുന്നത്. അവിടെ ഒരു പാലമുണ്ട്, താഴെ ഒരു പാലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് അക്കരെ കിടക്കുന്നത്. ഈ ചപ്പാത്തിന് പകരമായിട്ട് ഇവിടെ ഒരു പാലം പണിത് കഴിഞ്ഞാൽ സുഖമായിട്ടാണ്. അവിടേക്ക് ഒത്തിരി വീടുകളൊക്കെ ഉള്ളതാണ്, അവർക്ക് പോകാമല്ലോ. അതെ, അടിപൊളി. മഴയും ശക്തി പ്രാപിക്കുവാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്താ ആ പാറപ്പുറത്തൊക്കെ ഇറങ്ങി അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അതൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അങ്ങോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ. ആ പാറ തെന്നിത്തെറിച്ചാണ് കിടക്കുന്നത്. പിന്നെ അതുമല്ല, ഇങ്ങനെയുള്ള മഴക്കാലത്തൊക്കെ പരിചയമില്ലാത്ത ജലാശയങ്ങളിലൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയുള്ള കാര്യമാണ്. ഇവിടുത്തെ ഒരു പാലം ഉണ്ട് കേട്ടോ. ആ പാലം വഴിയാണ് ഈ ചപ്പാത്ത് ബ്ലോക്ക് ആകുമ്പം ആ വീടുകളിലൊക്കെ ഉള്ളവർ നടന്നു പോകുന്നത് കേട്ടോ. അതായത് ഈ 2 വീലറുകളൊക്കെ ഉള്ളവർക്ക് അത് അങ്ങ് അക്കരയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ജീപ്പ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് പോകുള്ളൂ. അപ്പോൾ അവർ അഴങ്ങാട് പള്ളിക്ക് സമീപം അതൊക്കെ വെച്ചിട്ട് അവർ നടന്നു പോകും ഇതുവഴി, ഈ പാലം വഴി. ഈ മഴ ഇങ്ങനെ നിന്ന് പെയ്യുമ്പോഴാണ് പ്രശ്നം. ഏത് നിമിഷവും സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. കാരണം ഇവിടെ ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ടെന്ന് അറിയാമായിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നൊക്കെ ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു വരുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതുവഴി പോകാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. ഇവിടെ തിരിച്ചു പോവുകയാണ്. അത് വെള്ളം കണ്ടില്ലേ, വെള്ളം കുത്തി ഒഴിച്ച് ഒഴുകി വരുന്നത്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ പാറയിടുക്കി കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണേ. അന്ന് അവിടെയൊക്കെ ഇറങ്ങി നമ്മൾ ആ ഒരു കാഴ്ചയെ കണ്ടായിരുന്നു. എൻ്റെ പൊന്ന്, അന്നത്തെ ഒരു രീതിയല്ല ഇന്ന് ഇവിടെ കണ്ടില്ലെങ്കിൽ. ആ വഴി അങ്ങനെ പോവാണ്, ആ ഒരു പറമ്പിൽ കൂടെ അങ്ങ് പോവുകയാണേ. അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകളിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ടും പിന്നെ അപ്പുറം ആ വഴിയിലേക്കൊക്കെ കിടക്കാനായിട്ട് ഈ മഴക്കാലത്ത് ചപ്പാത്ത് ബ്ലോക്കായ ഏക മാർഗ്ഗമാണ് ഈ പാലം. ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മഴക്കാലത്തെ എത്ര ദുരിതത്തിലല്ലേ മലയോര പ്രദേശത്ത് താമസിക്കുന്നവരുടെയൊക്കെ അവസ്ഥയാണ്. അപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇന്നെന്തായാലും വെള്ളപ്പൊക്കം നമ്മുടെ വഴിമുടക്കിയായി. അങ്ങനെ അഴങ്ങാടുന്ന് തിരിച്ച് ആ പാലത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ പാലത്തിൻ്റെ കൈവരിയൊക്കെ താർന്ന് കിടക്കാനില്ല. അപ്പോൾ 2018-19 കാലഘട്ടത്തിലുണ്ടായ പ്രളയത്തിൽ താർന്നു പോയതാണ്. അന്ന് ആ പാലത്തിൻ്റെ കൈവരി താർന്നു പോയി. ഈ വഴിയൊക്കെ കുറേ ഇടിഞ്ഞു പോയാറുണ്ടോ. പിന്നീട് അത് കെട്ടിയെടുത്താണ് ഈ കാണുന്നത്. അപ്പോൾ ഏകയം വെള്ളച്ചാട്ടത്തിലേക്ക് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ടുള്ള മെയിൻ വഴി, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നടന്നു നോക്കാം. ഇപ്പോഴത്തെ ഈ വഴിയുടെ ഒരു അവസ്ഥ എങ്ങനെയൊക്കെയാണെന്നത് മനസ്സിലാക്കാമല്ലോ. ആ വഴി നിർമ്മിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടേക്കണ കല്ലൊക്കെയാണ് കാണുന്നത് കേട്ടോ. പുഴയിലെ വെള്ളം അതുപോലെ ഉണ്ട്. അപ്പോൾ വെള്ളച്ചാട്ടം നല്ല പവർഫുള്ളായിരിക്കും. എന്തായാലും ഈ വർഷം തുടങ്ങിയിട്ട് നമ്മുടെ ചാനലിൽ ഇതുവരെ ഒരു വെള്ളച്ചാട്ടം പോലും കാണിക്കാൻ പറ്റിയില്ല. അപ്പം അവിടെ ഒന്നും വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പറ്റില്ല കേട്ടോ, നടന്നാണ് പോകുന്നത്. ഓഫ് റോഡ് ആയതുകൊണ്ടേ പുഴയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും കേട്ടോ. മഴക്കാലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനൊരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് നൽകുന്നത്. പക്ഷേ അതിലും കൂടുതൽ ദുരിതം തന്നിട്ടാണ് കടന്നു പോകുന്നത് ഓരോ മഴക്കാലവും. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലേ. മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെയൊക്കെ ഒരു അവസ്ഥയാണ്. പുഴയിൽ നിറയെ പാറക്കെട്ടുകളാണ്. റബ്ബർ തോട്ടത്തിൽ കൂടെയാണ് ഈ വഴി കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നൊന്നും നമുക്കൊരു സൂചനയില്ല. ഇപ്പം ആ ആർച്ച് പുതിയതായിട്ട് പണിതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് തോന്നിയത്. അങ്ങനെ ചേട്ടനോട് പറഞ്ഞപ്പോഴാണ് ഏകയം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് കേട്ടോ. മഴ പെയ്താൽ പണിയാവും കേട്ടോ. ഈ മലയിൽ കൂടെ നടന്ന് തന്നെ വേണം എത്താനായിട്ട്. ജീപ്പ് ചാലാണ് ഈ കാണുന്നത്. അപ്പം നടന്ന് കുറേ ഹൈറ്റിലെത്തി. അവിടെ വഴി ബ്ലോക്കാന്ന് തോന്നുന്നു. അവിടെ ഒരു
മരം വീണ് കിടക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചുകൾ ഈ വഴിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് വേണം പോകാൻ. മണ്ണിടിഞ്ഞ് പോന്നേക്കുന്നതാണ്. അങ്ങനെ വഴി ബ്ലോക്കായി കിടക്കുന്നുണ്ടല്ലേ. എന്തായാലും ഇവിടെ വരെ വന്നു, കണ്ടിട്ട് തന്നെ പോകുന്നുള്ളൂ. മൃഗങ്ങളൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. പറയാൻ പറ്റില്ല, കാട്ടുപന്നി പോലെയുള്ള മൃഗങ്ങൾ അതൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എന്തോ ഒരു വീട് പോലും ഇല്ല കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പം. ജനവാസ മേഖലയൊന്നുമല്ല, ഇവിടെയൊക്കെ ഈ തോട്ടങ്ങളാണ്, റബ്ബർ തോട്ടം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്ന അവിടെ. ഈ പോകുന്ന വഴിയിൽ പല സ്ഥലത്തുമായിട്ട് തിരിച്ചു വരുമ്പോൾ വഴി ഇതുപോലെ ഉണ്ടായാൽ മതിയായിരുന്നു. നല്ല വിജന പ്രദേശമാണ് കേട്ടോ. ഇവിടെ ഒരു വീട് പോലും ഇത്ര സമയമായിട്ട് നോക്കിയിട്ട് കണ്ടില്ല. ഏതായാലും വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ കാണാൻ തോന്നുന്നു ഏകയും വെള്ളച്ചാട്ടം ദേ ഇവിടുന്ന് കാണാം. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തിയിരിക്കുവാണേ. എന്തായാലും അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. ഈ വഴി എന്തായാലും പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വരാം. ആ കാണാണ്ടോ? എന്തായാലും അങ്ങോട്ട് ഇറങ്ങാനും നിൽക്കുന്നില്ല കേട്ടോ. ഇവിടുന്ന് ജസ്റ്റ് കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. ഇവിടെ വരെ വെള്ളം കയറിയതിൻ്റെ പാടാണ് കേട്ടോ. വെള്ളം ഒഴുകി പോയ പാടാണ് ഈ കാണുന്നത്. അടിപൊളി. ഒറ്റയ്ക്കൊന്നും വരാതിരിക്കും കേട്ടോ. പാറകളൊക്കെ തെന്നിത്തെറിച്ച് കിടക്കുവാണ്. അതിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. എന്തായാലും അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അതും ഈ മഴ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ മാക്സിമം ഒറ്റയ്ക്ക് വരാതിരിക്കുക കേട്ടോ. ഇവിടെ ഒരു വീട് പോലും ഇല്ല ഈ ഒരു പ്രദേശം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സഹായത്തിന് പോലും ആരെയും കിട്ടിയെന്ന് വരില്ല. എന്തായാലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷനെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ കൂടുതൽ വരില്ല, നടക്കാനായിട്ടുണ്ടേ. വരുന്നവർ കയ്യിലൊരു വടി കരുതിയിട്ട് വരും കേട്ടോ. ഈ വഴി ചില സ്ഥലത്ത് ഇങ്ങനെ തെളിഞ്ഞൊന്നുമല്ല കിടക്കണം, കാടും വെള്ളം കയറി കിടക്കുവാണേ. മഴ പതുക്കെ വീണ്ടും ആരംഭിച്ചപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണേ. അപ്പോൾ നല്ല മഴയുള്ള ടൈമിൽ അവിടേക്ക് ആരും പോകാതിരിക്കും കേട്ടോ. ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട്. നമ്മൾ കണ്ടില്ല വഴിയിൽ. ഇനിയിപ്പം ഈ വഴിയൊക്കെ പണിത് സൈഡൊക്കെ കെട്ടിയെടുത്താലാണ് നമുക്ക് കുറച്ച് സേഫായിട്ട് അവിടേക്ക് എത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും ഇന്ന് പ്രതീക്ഷ പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. മഴയും വെള്ളപ്പൊക്കം എല്ലാം നമ്മുടെ പ്ലാനിങ്ങുകളൊക്കെ തകർത്ത് കളഞ്ഞു. പിന്നെ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയതിൽ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.